Hello, welcome back to another video. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇപ്പൊ ജസ്റ്റ് പോകുന്നുണ്ട്. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിംഗ് വീഡിയോസെല്ലാം ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഡൗട്ട് അടിക്കുന്നുണ്ടാവും, എനിക്ക് ഷോപ്പിംഗ് ആക്കുന്ന തന്നെ പണിയാണ്. പക്ഷേ ആക്ച്വലി കാര്യം അതല്ല. ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയാലും, പിന്നെ നമ്മുടെ കൂടുതലും പോലെ സൂപ്പർ മാർക്കറ്റിലാണല്ലോ, ഒരു മുട്ടുസൂചി വാങ്ങണമെങ്കിലും നമുക്ക് പോയിട്ടാണ്. അപ്പം ഞാൻ എന്തായാലും ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലേക്ക് കയറാത്തിക്കല. അപ്പം ഞാനിപ്പോൾ പോയത് ലുലു ലൈൻ. അപ്പം അതിൻ്റെ മുകളിൽ ലോട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ലോട്ടിൽ കയറും. ഞാൻ നല്ല ആരായാലും കയറും. വാങ്ങുന്നില്ലെങ്കിൽ ഇങ്ങനെ വെറുതെ നോക്കാൻ വേണ്ടിയിട്ട് കയറുന്നത് ഒരു ക്രേസ് അല്ലേ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്രാവശ്യം പോയിട്ട് അപ്പോൾ ക്യാച്ച് ആയത് ബാഗ്സാണ്, കിഡ്സിൻ്റെ ബാഗ്സ്. അടിപൊളി കളക്ഷനാണ് ഉണ്ടായത്. കിഡ്സിന് മാത്രമല്ല, നമുക്കും ഒരു പിൻട്രസ്റ്റി സ്റ്റൈൽ വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലോത്തിങ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കും വാങ്ങാൻ പറ്റും. പിന്നെ ലോട്ടറിലത്തെ കാര്യമായിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പ്രൈസിയേ അല്ല, നല്ല അഫോർഡബിൾ റേറ്റിനാണ് അവിടെ കിട്ടൽ. ഇപ്പം അതിൻ്റെ എക്സാക്റ്റ് പ്രൈസ് എന്തായാലും മറന്നിന്. സ്റ്റിൽ അതെന്തായാലും ഒരു 25 റിയാലിൻ്റെ ബിലോ തന്നെയാണ് വരുന്നുള്ളത്. അതുപോലെ തന്നെ ലേഡീസ് ബാഗ് ആണെങ്കിലും നല്ല കളക്ഷൻ ഉണ്ടായിന്. അതായത് കുറച്ച് ന്യൂ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് അവിടെ കണ്ട്. അപ്പം ഞാൻ ഈ നോക്കുന്ന ബാഗെല്ലാം 24 റിയാൽ ആ ഒരു റേഞ്ചിലാണ് വരുന്നുണ്ടായിന്. എക്സാക്റ്റ് പ്രൈസ് എനിക്ക് മറന്നുപോയി, കുറച്ച് ഡേയ്സായി വീഡിയോസ് എല്ലാം എടുത്തിട്ടുള്ളത്. എന്നെങ്കിലും അഫോർഡബിൾ പ്രൈസിന് തന്നെയാണ് നിങ്ങൾക്ക് അവിടെ എല്ലാം കണ്ടത്. പിന്നെ നമ്മൾ മൂവ് ചെയ്യുന്നത് എന്തായാലും പ്ലേറ്റ്സ് ആൻഡ് ക്രോക്കറീസിൻ്റെ സെക്ഷനിലേക്കായിരിക്കും. അവിടെ പോയിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഞാൻ ഒരിക്കൽ പോയിട്ടാകുമ്പോഴുള്ള സ്റ്റോക്കല്ല നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഉണ്ടാകുന്നുള്ളത്. അവിടെ ഇങ്ങനെ മാറിക്കൊണ്ടേ ഉണ്ടാവും ഓരോ ഐറ്റംസ്. പിന്നെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ട് എസ്തറ്റിക് ആയിട്ടുള്ള കിച്ചണിലേക്കുള്ള നമുക്ക് പാത്രങ്ങളെല്ലാം വാങ്ങാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇടത്തേക്ക് പോകാം. ചെറിയ ചെറിയ കുഞ്ഞ് സെർവിങ് ബോൾസ്, സൈഡ് ഡിഷൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ബോൾസ് എല്ലാം അത് ഭയങ്കര ക്യൂട്ടാണ് അവിടെ ഉള്ളത്. കറക്റ്റ് പിൻട്രസ്റ്റ് സ്റ്റൈലിലാണ് നമുക്ക് അവിടെ കിട്ടുന്നുള്ളത്. അപ്പം ആടെയും കുറച്ച് നേരം ഇങ്ങനെ റൗണ്ടെല്ലാം അടിച്ചിട്ട് നോക്കുന്നത് നല്ല അടിപൊളിയാണ്. അങ്ങനെ അതിൻ്റെ അടുക്ക് നംഷി വാങ്ങാൻ വന്ന സംഭവങ്ങളെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങുന്നുണ്ടായിന്. എന്നിട്ട് പുറത്തിറങ്ങിയിട്ടാകുമ്പോഴേക്കാണ് ഞങ്ങൾ ആ ഒരു സംഭവം മനസ്സിലായത്, കാറിൻ്റെ കീ കാണുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ പിന്നെയും വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്നിട്ടാകുമ്പോഴേക്ക് മോളും ഹസ്ബൻഡും കൂടിയിട്ട് ഒന്നുകൂടി മുകളിൽ പോയിട്ട് തപ്പിയിട്ടെല്ലാം വന്ന് തിരിച്ചു വരുമ്പോൾ പറയുന്നതെല്ലാം ഉണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ട് അത് കാണാതായിരുന്നു. പക്ഷേ രണ്ടാളെ ഫേസ് എക്സ്പ്രഷൻ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കീ കിട്ടിയെന്ന്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പോയത് ഡെസ്റ്റിനേഷൻ നമ്പർ 2. അത് പിന്നെ മാക്സിലേക്കായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, എനിക്ക് എന്തായാലും ആഴ്ചയിൽ ഒരു വട്ടം പോയില്ലെങ്കിൽ ശരിയാകുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് പോകാണ്ടായിരുന്നത് ചെരുപ്പ് വാങ്ങാനായിരുന്നു ഞങ്ങൾക്ക്. അപ്പം ഫ്ലാറ്റ്സിൻ്റെ കളക്ഷൻ അവിടെ നല്ലോണം ഉണ്ടായിന്. അല്ല, ഞാൻ എല്ലാ പ്രാവശ്യവും അവിടെ തന്നെയാണ് വാങ്ങൽ. എന്തായാലും അത് അടിപൊളിയാണ് അടുത്ത കളക്ഷൻസ് എല്ലാം. പിന്നെ വെറുതെ പോയിട്ടാകുമ്പോൾ കുറച്ച് ഡ്രസ്സെല്ലാം ഇങ്ങനെ ട്രയൽ ചെയ്ത് നോക്കിന്, വാങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ ഓഫറിൻ്റെ കാര്യം, മാക്സിലത്തെ കാര്യം പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട. ഇപ്പോൾ എപ്പോൾ പോയെങ്കിലും ഓഫർ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല അതിന് ഓഫറുണ്ട് ഇതിന് ഓഫറുണ്ടെന്ന്. അവിടെ എല്ലായിടത്തും നല്ലോണം ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ സ്കൂൾ റീഓപ്പൺ ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ബാക്ക് ടു സ്കൂൾ ഓഫർ എന്ന് പറയുന്നതും എല്ലായിടത്തും നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഭയങ്കര ലേറ്റായിട്ടാണ് കഴിച്ചത്. വീക്കെൻഡ് ദിവസം ആയതുകൊണ്ട് തന്നെ കുറേ ലേറ്റായിട്ട് കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ലഞ്ച് ഞാൻ റൂമിൽ ഉണ്ടാക്കിയിട്ടാണ്. പിന്നെ ഈ പർച്ചേസും ഷോപ്പിങ്ങും വട്ടം തീരലെല്ലാം ആയിട്ടാകുമ്പോഴേക്ക് നമുക്ക് മറ്റേ വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി എന്ന് പറയണം. അപ്പം നമ്മൾ പോയതാണ് ഡെസ്റ്റിനേഷൻ നമ്പർ 3. അങ്ങനെ ഞങ്ങൾ പോയിട്ട് എത്തിയത് തുമാമയിൽ തന്നെയുള്ള ഐലൻഡ് റെസ്റ്റോറൻറ്റിലേക്കാണ്. അടുത്ത ഫുഡ് നല്ല അടിപൊളി ഫുഡാണ്, നല്ല ടേസ്റ്റിയാണ്.
അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിനി. പിന്നെ ഫുഡ് വരാൻ ഞങ്ങൾക്കൊന്നും ഇങ്ങനെ പേഷ്യൻസ് ഉണ്ടായിട്ട്, അപ്പോൾ എൻ്റെ പിള്ളേർ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ടാകുന്നത്. ക്രൂവൽ മമ്മ അല്ല, ഒരു സൈക്കോ മമ്മാവും അല്ല, പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ടല്ലോ. നമ്മൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഓരോ ബാക്കിലെ പോകുമ്പോൾ ഒരു തിന്നലില്ല, അതിനിങ്ങനെ വേണ്ടാന്നെല്ലാം പറഞ്ഞിട്ട് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് ഒരു വെയിറ്റ് ചെയ്യുമ്പോഴൊക്കെ കാണുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ ടൈമിൽ വേറൊരു ബെനിഫിറ്റ് കൂടിയുണ്ട്. നമ്മൾ ഇങ്ങനെ ഓരോ ബാക്കിൽ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓരെന്നെ തന്നെ തിന്നോളും. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഈ പിള്ളേരെ വിട്ട് കഴിഞ്ഞെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, ഒരു ഫുഡ് കഴിക്കുകയില്ല. അവർക്ക് തോന്നുമ്പോൾ കഴിക്കും, ചിലപ്പം 1 day 1 meal ആയിരിക്കും ഓർ കഴിക്കുന്നുള്ളത്. അപ്പം ആസ് എ മമ്മ, ആസ് എ പാരൻറ്റ് നമുക്കിങ്ങനെ ബാക്കിൽ പോയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. അങ്ങനെ ഇതാ കഥയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർഡർ ആക്കിയ ഫുഡ് കിട്ടി. ഓർഡർ ആക്കുമ്പോൾ എനിക്ക് ഇതൊന്നും മതിയാണെന്നുണ്ടായിട്ടാണ് ഞാൻ പറയുന്നുണ്ടായിന്, എനിക്ക് ഇത് 2 പോരാ, അതിന് നെക്സ്റ്റ് ഒന്ന് വേണം, അത് വേണം, ഇത് വേണം. അപ്പം നംഷി പറഞ്ഞു എൻ്റെ അടുത്ത്, ഇത്ര ഓർഡർ ആക്കിയിട്ട് നമുക്ക് കഴിക്കാം, ഇത് തീർന്നതിന് ശേഷം നമുക്കിനി ഓർഡർ ആക്കാമെന്ന്. ബട്ട് സമയത്തുണ്ടല്ലോ, താങ്ക് ഗോഡ് പിന്നെ ഞാൻ ഓർഡർ ആക്കാത്തത്. അങ്ങനത്തെ ലാസ്റ്റ് ഒരു ചായ പിന്നെ പറയണ്ടല്ലോ, ഞൻ്റെയൊക്കെ ഇങ്ങനെ ഉള്ളത് എനിക്ക് എന്ത് കിട്ടിയില്ലെങ്കിലാവും ചായ 1 കപ്പ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയിട്ടാണ്. അങ്ങനെ അതും കൂടി കഴിഞ്ഞിട്ടാകുമ്പോഴേക്കാണ് അന്നത്തെ ഒരു ദിവസം റാഹത്തായിട്ട് കഴിഞ്ഞത്. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കൂളായിട്ട് വൈൻഡപ്പ് ആക്കുന്നത് ഞാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിൻ്റെ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.